ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വേസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? പ്രോപ്പറായിട്ടൊരു ബ്ലഡ് ബാത്ത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഓൺലി IT സെക്ടർ മാത്രമാണ് ചെറുതായിട്ടെങ്കിലും ഒരു പോസിറ്റിവിറ്റി കാണിച്ചിട്ടുള്ളത്. ആൻഡ് അതും എൻഡ് ഓഫ് ദ ഡേ ആയപ്പോഴേക്ക് ഏകദേശം അതും ഒരു വീക്ക്നെസ്സിൻ്റെ സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് ബാങ്കിങ് സെക്ടേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വേഴ്സ്റ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. HDFCയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞ ദിവസം വന്ന കണക്കുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ടിൽ ചെറുതായിട്ടൊരു മോശം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ റിസൾട്ട് മാത്രം വെച്ചിട്ടാണ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിനെ സംബന്ധിച്ച് റിലയൻസിൽ പോസിറ്റീവ് ന്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. ബട്ട് അതല്ല, കാരണങ്ങൾ വേറെ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ കാരണങ്ങൾ നമുക്ക് ഡിഗ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതാണ് കൊറോണ വൈറസിൻ്റെ മ്യൂട്ടേഷനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല കാരണങ്ങളും നമുക്ക് ഡിഗ് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രോപ്പറായിട്ടൊരു ബ്ലഡ് ബാത്ത് മാർക്കറ്റ് തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ആൻഡ് പോർട്ട്ഫോളിയോയും കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് നിങ്ങൾ സങ്കടപ്പെടാൻ നിൽക്കേണ്ട. കാരണം കോവിഡിൻ്റെ സമയത്ത് മാർക്കറ്റ് എത്രത്തോളം താഴത്തേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് അവിടുന്ന് മാർക്കറ്റ് എങ്ങോട്ട് എത്തിയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ എക്കോണമി എന്താണ്, ഏത് ലെവലിലാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബട്ട് ഇനീഷ്യലി ചെറിയൊരു കറക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചേക്കാം. ബട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു പർപ്പസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡിപ്പും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക്, സ്വിംഗ് ട്രേഡിലേക്ക് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ പോസിറ്റീവ് വേയിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനർത്ഥം എത്ര ലോസ് വന്നാലും അതിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ലോസിൽ നിങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. ബട്ട് ലോസ് ആണ് കാണുന്നത് എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടേണ്ട. നിങ്ങൾക്കൊരു പേർപ്പസ് ഉണ്ടാവും. ഇത്ര ദിവസത്തേക്ക്, ഇത്ര മാസത്തേക്ക്, അല്ലെങ്കിൽ മാക്സിമം ഇത്ര ലോസ് വരെ എന്നുള്ളൊരു വ്യൂ ഉണ്ടാവും. സോ ആ ഒരു വ്യൂവിൽ ഇൻഡാക്റ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ആൻഡ് ഇനി വരും ദിവസങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് 50 ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽസ് തന്നെയാണ്. അതായത് 24,200 ഇന്നലത്തെ വീക്ക്ലി അനാലിസിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 24,200 ആൻഡ് 51,200 എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് പ്രോപ്പറായിട്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നത് വരെ, അതല്ലെങ്കിൽ കൺസിക്യൂട്ടീവ് ആയിട്ട് 2 ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഹയർ ഹൈസ് ഉണ്ടാക്കിയിട്ട് ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നത് വരെ ബൈയിങ്ങിലേക്കുള്ള ട്രേഡുകൾ ഒഴിവാക്കുന്നിടത്തോളം മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം. ബട്ട് അതും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മാത്രം വെച്ചിട്ടായിരിക്കണം എന്നുള്ളതാണ്. പാനിക്നെസ് മാർക്കറ്റിലുണ്ട്, പാനിക്നെസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. സോ അതുകൊണ്ട് തന്നെ സെല്ലിംഗ് ഈസ് ഓൾവേസ് ഫാസ്റ്റ് എന്നുള്ളതാണ്. ഇന്നിപ്പം എത്ര ബ്രൂട്ടലായിട്ട് സെൽ ഓഫ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ ലൈവ് മാർക്കറ്റ് ലെവൽസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും സിയിൽ SL വന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റ് പോയിന്റ് തന്നെ നമ്മളവിടെ ഇൻടാക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് താഴത്തേക്കുള്ള ലെവൽസ് ഞാൻ തന്നിട്ടുണ്ടായില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴത്തേക്ക് വരികയായിരുന്നു അല്ലേ. സോ ഞാൻ അവിടെ പറയാനുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അഗ്രസീവായിട്ടൊരു ബൈയിലേക്ക് അല്ലെങ്കിൽ ആസ് ഓഫ് നോ ഞാൻ ഒരു സെല്ലിലേക്ക് പോകുന്നില്ല. കാരണം എനിക്ക് SL വെക്കാനായിട്ട് ഒരു പ്രോപ്പർ പ്ലേസ് ഇല്ല എന്നുള്ളത്. ആൻഡ് അത് പറഞ്ഞപ്പോൾ തന്നെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് റിവേഴ്സായി. എവിടെയാണോ നമ്മൾ ലെവൽ പറഞ്ഞിട്ടുള്ളത് ആ ലെവൽ എക്സാക്റ്റ് ആ ഒരു ലെവൽ തന്നെ വന്നിട്ട് റിജക്ഷൻ കാണിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രേഡാണ് അവിടെ നിന്ന് തന്നിട്ടുള്ളത്. സോ പറഞ്ഞു വന്നപ്പോൾ ചക്കട്ട മുകളിൽ എത്തുന്നുള്ള ലെവലല്ലോട്ടോ പറയുന്നത്. ഞാൻ ഇത്രയും ദിവസം തന്നിട്ടുള്ള ലെവൽസ് എല്ലാം നിങ്ങൾ പോയി നോക്കുക. ഈവൻ ദോ മിഞ്ഞാന്ന് തന്നിട്ടുള്ള ലെവൽസ് ആണെന്നുണ്ടെങ്കിൽ പോലും മാർക്കറ്റ് റിട്രേസ് ചെയ്തിട്ട് ഏത് ലെവലിലേക്കാണ് വന്നിട്ടുള്ളത് നോക്കുക. ഞാൻ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ പറഞ്ഞിരുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളാണ്. കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ വായ്ത്താളം പറയല്ല. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളാണ് ലൈവ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളാണ് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ പോയാൽ മാത്രം ബൈയിങ്, 2425 മുകളിൽ പോയാൽ മാത്രം ബൈയിങ്, 5800 മുകളിൽ പോയാൽ മാത്രം ബൈയിങ് എന്നുള്ളതാണ്. എവിടുന്നാണ് മാർക്കറ്റ് പ്രോപ്പറായിട്ട് റിജക്ഷൻ കാണിച്ചിട്ടുള്ളത് നോക്കുക. ഇന്നത്തെ ഒരു കേസ് മാത്രമല്ല, നിങ്ങൾ ബാക്കിലോട്ട് പോയിക്കോ, 10,000 ചാർട്ടുകൾ ബാക്കിലേക്ക് പോകാൻ പറ്റുമോ പോയിക്കോ. കാരണം നമ്മുടെ കയ്യിൽ ഡാറ്റാസ് ഉണ്ട്, നമ്മുടെ ടെലഗ്രാമിൽ തന്നെ ഡാറ്റാസ് ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, റിവേഴ്സ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറഞ്ഞ എക്സാക്റ്റ് പോയിന്റിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും പ്രോപ്പർ റിവേഴ്സൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതെൻ്റെ സ്റ്റഡിയാണ്. എൻ്റെ ലൈക്ക് എന്താ പറയുക, ഇത്രയും ദിവസം മാർക്കറ്റിനെ റീഡ് ചെയ്തെടുത്തിട്ടുള്ള കഴിവ് കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എബിലിറ്റിയാണെന്ന് പറയാം. സോ ആ ഒരു എക്സാക്റ്റ് പോയിന്റ് തന്നെയാണ് മാർക്കറ്റ് ഇന്ന് അഗെയിൻ താഴത്തേക്കുള്ള മൂവ് കാണിച്ചെന്നുള്ളത്. അവിടെയാണ് എൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നത്. ആൻഡ് ഇങ്ങനെയൊക്കെയാണ് നല്ലൊരു ദിവസമായിട്ട് പോയി എന്നുള്ളതാണ്. ആൻഡ് ഇനി നമുക്ക് നാളത്തേക്ക് എന്താണെന്ന് നോക്കാം. നാളത്തേക്ക് ഫസ്റ്റ് തിങ് പറയാനുള്ളത് ബൈയിങ്ങിലേക്ക് അഗ്രസീവായിട്ട് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. ബൈയിങ്ങിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 3-1 ക്വാണ്ടിറ്റി മാത്രം വെച്ചിട്ട് ബൈയിങ്ങിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം. നാളെ എങ്ങനെയായിരിക്കണം നമ്മുടെ ഡേ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാർക്കറ്റ് അറൗണ്ട് ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 50,000 താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും സ്റ്റിൽ നമുക്ക് അവിടെ ഒരു ബേസ് ഉണ്ട്. നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോവാം. നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് താഴേക്കായിട്ട് വന്നിട്ടൊക്കെയാണ് മാർക്കറ്റ് ഇതായിട്ടുള്ളത്. ബട്ട് ഇതിനകത്ത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്, 50,800 എന്നുള്ള ലെവലാണ്. നോക്കിയത് നിങ്ങൾ, ഇവിടുന്നാണ് ഞാൻ അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നില്ല ആസ് ഓഫ് നോ, SL വെക്കാൻ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞത്. അവിടുന്ന് മാർക്കറ്റ് അഗെയിൻ നേരെ മുകളിലേക്ക് പോയി പ്രോപ്പറായിട്ട് റിവേഴ്സൽ ക്യാൻഡിൽ കാണിച്ചു, താഴത്തേക്കുള്ള ട്രേഡ് ബൂം ആക്റ്റീവായി അല്ലേ. അഗെയിൻ നിഫ്റ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 2425 ആണ് ഞാൻ പറഞ്ഞിട്ടുള്ള ലെവൽ. 2425 എന്ന് പറഞ്ഞ ലെവൽ നോക്കിയാൽ നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ പോയിട്ട് റിജക്ഷൻ കാണിച്ചു, ഷാർപ്പായിട്ടുള്ള മൂവ് അഗെയിൻ അവിടെ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഒരു ഇനീഷ്യൽ പുൾ ബാക്ക് ഇല്ലാണ്ട് മിനിഞ്ഞാത്ത കേസ് നോക്കിയാൽ, മിനിഞ്ഞാത്ത ടെലഗ്രാമിൽ എന്താ നമ്മൾ പറഞ്ഞത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നവന് കാര്യം മനസ്സിലാവും. മാർക്കറ്റിൽ വിജയിക്കണം, മാർക്കറ്റിനെ ഡീകോഡ് ചെയ്തെടുക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. സോ എന്തുകൊണ്ട് ലോജിക്ക് നിങ്ങൾ 2-3 ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തായാലും പറയൽ എൻ്റെ ഒരു ബാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നു. സോ എന്തായാലും ഇവിടെ നിന്നാണ് ഇനീഷ്യലി ഒരു ബൈയിങ് ഉണ്ടായിട്ടുള്ളത്. സോ ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു സെൽ ഓഫ് എന്ന് മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. ഞാൻ അത്ര മാത്രമേ നോക്കിയിട്ടുള്ളൂ, ഇന്നത്തെ ഒരു ദിവസത്തെ പ്രൈസ് ആക്ഷൻ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. സോ ഇവിടെ നിന്നാണ് മാർക്കറ്റിൽ അഗെയിൻ ഒരു സെൽ ഓഫ് വന്നിട്ടുള്ളത്. ലൈക്ക് ഇവിടെ നിന്നാണ് ഇനീഷ്യലി സെൽ ഓഫ് വന്നിട്ടുള്ളത്. ആൻഡ് അത് തന്നെയാണ് ഞാൻ ഒരു ലെവലായിട്ട് എടുത്തിട്ടുള്ളത്. ആൻഡ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എക്സ്ട്രാ കൺഫർമേഷൻസ് കൂടി ഉണ്ട്. ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും വീണ്ടും കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടുള്ള ഡീപ്പായിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇന്നുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബേസ് തന്നെയാണ്. എന്തുകൊണ്ട് ബേസ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം 1 സെക്കൻഡ്. സോ ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ഇവിടെ പ്രീവിയസ്ലി മാർക്കറ്റിന് ഒരു ബേസ് ഉണ്ടായിരുന്നു, അതായത് 23,500 570 എന്നുള്ള പോയിന്റിൽ. സോ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ സെയിം ഈ ഒരു ലെവലിനെ തന്നെയാണ്. ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വന്നാൽ മാത്രമേ ഒരു സെല്ലിങ്ങിലേക്കുള്ള ഓപ്പർച്യൂണിറ്റിക്ക് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് 650 660 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് 400 നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ബൈയിങ്ങിലേക്കാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള പോയിന്റ്. ഇതിൻ്റെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ പറ്റും. ട്രെൻഡ് റിവേഴ്സൽ അല്ല ഞാൻ എന്തായാലും ഇതിനകത്ത് പ്ലാൻ ചെയ്യുന്നത്. ട്രെൻഡ് റിവേഴ്സൽ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ മിഡിൻ്റെ മുകളിലായിട്ട് പ്രോപ്പറായിട്ടൊരു ക്യാൻഡൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അപ്പോ സൈഡിലേക്കുള്ള ട്രേഡിൽ അഗ്രസീവ് ആവുള്ളൂ. സോ മുകളിലേക്ക് ചെറിയൊരു മൊമെൻറ്റ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതായത് ആ ലെവൽ എന്ന് പറയുന്നത് 23,670 എന്നുള്ള ലെവലാണ്. ആ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ബൈങ്ങിലേക്കുള്ള മൊമെൻറ്റം കാണാൻ സാധ്യതയുണ്ട്. അതും ഒഴിവാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. ആൻഡ് അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക. ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന അത്ര നല്ലൊരു പരിപാടിയല്ല. അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഈ ഒരു ലെവലിനെ പ്ലാൻ ചെയ്യാം. ചെറിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. എഗെയിൻ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനാരിയോ ഉണ്ടായിട്ടുള്ളത് എവിടെയാണ്, ഇതൊരു ബേസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓൺ ദ അപ്പർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്രിട്ടിക്കലാണ് കാര്യങ്ങൾ. ക്രിട്ടിക്കൽ ഇൻ ദ സെൻസ് ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ലെവലാണ് 50,200 എന്നുള്ള ലെവൽ. സോ ഈ ഒരു 400 പോയിന്റ്സിൻ്റെ റേഞ്ച് ഒരു ചെറിയൊരു വോളറ്റിലിറ്റിയും കാര്യങ്ങളും കാണിക്കാനുള്ള സാധ്യതയുള്ള റേഞ്ചാണ്. ബട്ട് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് 550 എന്നുള്ള ലെവൽ 600 എന്നുള്ള ലെവലിനെ നമുക്ക് ടാർഗറ്റായിട്ട് എയിം ചെയ്യാം. അതിനുശേഷം താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 450 എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇൻട്രാഡേയിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ആൻഡ് അഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 550 എന്നുള്ള പോയിന്റാണ്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250,380. സോ ഈ രണ്ട് ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് അഗെയിൻ ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ബേസ് എന്ന് പറയുന്നത് 12,660 എന്നുള്ള ലെവലാണ്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലെവലിനെയാണ് ഞാൻ നാളത്തെ കൂടെ വാച്ച് ചെയ്യാൻ പോകുന്നത്. 750 എന്നുള്ള ലെവലിനെ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രം ചെറിയൊരു ബൈങ്ങിലേക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെറിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. HDFCയുടെ പ്ലാൻ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. സോ 1720 എന്നുള്ള ലെവലിലാണ് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ലെവലിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് തന്നെ ആയിരിക്കും. ബട്ട് മുകളിലാണെന്നുണ്ടെങ്കിലും അത്ര പോസിറ്റീവ് ആയിരിക്കില്ല. കാരണം നെഗറ്റീവ് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റിസൾട്ട് വൈസ് ന്യൂസ് നെഗറ്റീവ് ആയിരുന്നു HDFC ബാങ്ക് എന്നുള്ളതാണ്. ആൻഡ് റിസൾട്ട് വൈസ് നെഗറ്റീവ് ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പറയേണ്ട ഒരു കാര്യം, ന്യൂസ് മാത്രം വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥയാണ്. കാരണം റിസൾട്ട് വന്നിട്ടുള്ളത് ശനിയാഴ്ചയാണ്. ബട്ട് ഫോൾ എന്നാ സ്റ്റാർട്ടായിട്ടില്ല നോക്കിയേ. ബുധനാഴ്ച ആയപ്പോഴേക്ക് ഫോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. അതായത് മാർക്കറ്റിൽ നമ്മൾ അറിയേണ്ട ന്യൂസുകൾ നമ്മൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സോ റിസൾട്ടിനൊന്നും അല്ലെങ്കിൽ ന്യൂസിനൊന്നും ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ ട്രേഡ് സെറ്റപ്പുകൾ നിങ്ങൾ ബിൽഡ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളടുത്ത് പറയാനുള്ളത്.
1270 എന്നുള്ള ലെവൽ ICICI ബാങ്കിൽ വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൻ്റെ താഴെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയായിരിക്കും ഞാൻ ഉണ്ടാവുക, എൻ്റെ വ്യൂ ഉണ്ടാവുക. ആൻഡ് അതുപോലെ തന്നെ 1790 ആണ് ഞാൻ പിന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ വാച്ച് ചെയ്യുന്നത്. ആ ഒരു ലെവലിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റിവിറ്റി തന്നെയായിരിക്കും എനിക്കുണ്ടാവുന്ന വ്യൂ എന്ന് പറയുന്നത്. എഗെയിൻ പിന്നെ ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് 1068 എന്നുള്ള പോയിന്റാണ്. ആ ഒരു ലെവലിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റിവിറ്റി തന്നെയായിരിക്കും എൻ്റെ വ്യൂ ഉണ്ടാവുക. ആൻഡ് അഗെയിൻ ഇൻഫിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ബേസ് ആയിട്ട് നമുക്ക് 1922 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. TCS വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അതായത് 4075 എന്നുള്ള ലെവലാണ്. 4075ൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു നെഗറ്റീവ് മൂഡിനായിരിക്കും എനിക്കുണ്ടാവുക. അഗൈൻ റിലയൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൻ്റെ താഴെ പ്രോപ്പർ ആയിട്ടുള്ള സെല്ലാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. സോ 1236 എന്നുള്ള ലെവലിൽ നമുക്ക് ആസ് ഓഫ് വാച്ച് ചെയ്യാം. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ പോയാൽ മാത്രമേ ഒരു ബൈനേക്കുള്ള ഓപ്പർച്യൂണിറ്റി അതിനകത്ത് ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. സോ അനാലിസും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം.